നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ കാണപ്പെടുന്ന പപ്പായ രുചികരമായ ഒരു പഴവർഗ്ഗമാണ്. ഈ പഴത്തിന്റെ വൈവിധ്യമാർന്ന ധാരാളം ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശീയർ ഇതിനെ മാലാഖമാരുടെ പഴം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ധാരാളം വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും നിറഞ്ഞ പോഷകസാന്ദ്രമായ ഈ പഴം പതിവായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ ഉഷ്ണമേഖലാ ഫലത്തിന്റെ വിവിധ ഭാഗങ്ങളായ പപ്പായ വിത്തുകൾ, പപ്പായ ഇലകൾ അല്ലെങ്കിൽ പപ്പായ പൾപ്പ്, കറ എന്നിവയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പോഷക ഗുണങ്ങളും ഔഷധ മൂല്യങ്ങളുമുണ്ട്. പപ്പൈൻ എന്ന പ്രോട്ടിയസ് എൻസൈമാണ് ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ഫോളിക് ആസിഡുകൾ, ആൽക്കലോയിഡുകൾ, ഗ്ലൈക്കോസ്റ്റൈഡുകൾ, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, ഇരുമ്പ്, കാൽഷ്യം, തയാമിൻ, നിയാസിൻ, പൊട്ടാസ്യം മുതലായവയും പപ്പായയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. കരോട്ടിൻ, ബീറ്റാ കരോട്ടിൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ അർബുദത്തെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്നു. ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് പപ്പായ. ആർത്തവ വേദനയും ക്രമക്കേടും മലബന്ധം, മലേറിയ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾക്കും അവസ്ഥകൾക്കും പപ്പായ പലതരത്തിൽ കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. നിങ്ങളുടെ പതിവ് ഭക്ഷണത്തിൽ പപ്പായ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. നോക്കാം പപ്പായയുടെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ. പപ്പായ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റുകളാലും ധാതുക്കളാലും സമ്പുഷ്ടമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ പപ്പായ സഹായിക്കുന്നു. പപ്പായയിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ കുറഞ്ഞ കലോറിയാണ് പ്രദാനം ചെയ്യുന്നത്. പപ്പായ കഴിക്കുന്നത് ആഹാരത്തോടുള്ള അമിത ആസക്തി കുറയ്ക്കുന്നു. അടുത്തത് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു. പപ്പായയിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട്. ഇത് കോർണിയയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ റെറ്റിനയുടെ അപചയത്തെ മന്ദഗതിയിലാക്കുന്നു. പ്രായത്തിനനുസരിച്ച് കാഴ്ചശക്തി ഗണ്യമായി കുറയുന്ന മാക്യുലർ ഡീജനറേഷൻ അവസ്ഥയെ തടയാനും അന്ധതയെ അകറ്റി നിർത്താനും ഈ ഫലത്തിന് സാധിക്കും. അടുത്തത് ചുളിവുകളും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളും തടയും. പപ്പായ വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമായതിനാൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ കൊളാജൻ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഇത് കോശഘടനകളെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്നു. പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളും ശരീരത്തിലെ ചുളിവുകളും അകറ്റാൻ ഇതിന് കഴിയും. അടുത്തത് ആർത്തവ വേദന ലഘൂകരിക്കുന്നു. കഠിനമായ ആർത്തവ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പതിവായി പപ്പായ കഴിക്കുക. പപ്പായയുടെ പ്രധാന ഗുണങ്ങളിലൊന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആർത്തവ രക്തത്തിന്റെ ഒഴുക്കിനെ സഹായിക്കുന്നു. പപ്പായയിൽ പപ്പൈൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഗർഭാശയത്തിൽ നിന്ന് രക്തം സുഗമമായി കടന്നു പോകാൻ സഹായിക്കുകയും വേദന ലഘൂകരിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഇത് നല്ല പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പപ്പായയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് പല രോഗങ്ങളെയും അണുബാധകളെയും അകറ്റി നിർത്താൻ സഹായിക്കുന്നു. പ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റായ ബീറ്റാ കരോട്ടിന്റെ മികച്ച സ്രോതസ്സാണിത്. അടുത്തത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പൊട്ടാസ്യം, വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ സാന്നിധ്യം പപ്പായയെ ഹൃദയാരോഗ്യം നിലനിർത്തുന്ന ഒരു മികച്ച ഭക്ഷണമാകും. പപ്പായയിലെ ഈ പോഷകങ്ങൾ ശരീരത്തിലെ രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുകയും ധമനികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. പപ്പായ നിങ്ങളുടെ ധമനികളെ സംരക്ഷിച്ച് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ്, സ്ട്രോക്ക്, ഹൃദയാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു. അടുത്തത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ജലാംശം ദഹനം മെച്ചപ്പെടുത്താനും വയറുവേദന കുറയ്ക്കാനും മലബന്ധം ലഘൂകരിക്കാനും സഹായിക്കും. പഴത്തിലെ ഫൈബറുകളുടെ സാന്നിധ്യം ശരിയായ മലവിസർജന പ്രവർത്തനത്തെ സഹായിക്കുന്നു. ഇത് വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നു. പപ്പൈൻ എന്ന എൻസൈമിന്റെ സാന്നിധ്യം പ്രോട്ടീനുകൾ എളുപ്പം ദഹിക്കാൻ സഹായിക്കുന്നു. അടുത്തതായി ഇത് ചർമ്മത്തിന് വളരെ നല്ലതാണ്. മൃതകോശങ്ങളെയും ബ്ലാക്ക് ഹെഡുകളെയും നീക്കം ചെയ്ത് തിളങ്ങുന്ന ചർമ്മം നിലനിർത്താൻ പപ്പായ സഹായിക്കുന്നു. ഈ പഴത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ ചർമ്മത്തിന് തിളക്കം നൽകുകയും ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഔഷധ മൂല്യമുള്ള പപ്പായ ഇനി കിട്ടിയാൽ വെറുതെ കളയണ്ട. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.